മക്കളെ, ഇവിടെ നമുക്ക് രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മും ഡിഫറൻസും തന്നു. എന്നൊരു നമ്പേഴ്സ് കാണാൻ പറഞ്ഞു. ഏറ്റവും ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 30 ആൻഡ് ദ ഡിഫറൻസ് ഈസ് 4. ദെൻ വാട്ട് ആർ ദി നമ്പേഴ്സ്? രണ്ട് സംഖ്യകളുടെ തുക 30ഉം വ്യത്യാസം 4ഉം ആയാൽ സംഖ്യകൾ ഏതൊക്കെ? നമുക്ക് നോക്കാം. നമുക്ക് സംഖ്യകൾ എക്സും വൈയും ആണ്. അപ്പം നമുക്ക് സം ഓഫ് ദി നമ്പേഴ്സ് 30 ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 30 എന്ന് കിട്ടി. ഡിഫറൻസ് 4 ആണെന്ന് തന്നു. അപ്പോൾ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 4. ഈ രണ്ട് ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ വൈ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അപ്പോൾ ഏതാണോ പോസിറ്റീവും നെഗറ്റീവും ഉള്ളത് അവരെ തമ്മിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് ഈ രണ്ട് ഇക്വേഷനും ആഡ് ചെയ്താൽ മതി. നമുക്കിത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എക്സ് പ്ലസ് എക്സ് 2x വരും. വൈ ക്യാൻസൽ ചെയ്ത് പോയി. റൈറ്റ് സൈഡിൽ 34 വന്നു. അപ്പോൾ എക്സ് എന്ന് പറയുമ്പം 34/2 17 എന്ന് കിട്ടി. എക്സിൻ്റെ വാല്യൂ അല്ല, ആദ്യത്തെ നമ്പർ ഫസ്റ്റ് നമ്പർ ഈ 17. ഇനി നമുക്ക് സിമ്പിൾ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 30 ആണ്. അതിനകത്ത് എക്സിൻ്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 17 പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 30, അല്ലെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു 30 മൈനസ് 17 ഈസ് ഈക്വൽ ടു 13. ഇനി വേണമെങ്കിൽ ഇത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് എക്സ് 17ഉം വൈ 13ഉം ആണ്. എക്സ് 17 ആണ്, വൈ 13 ആണ്. നമുക്ക് ചെക്ക് ചെയ്യാം. സം ഓഫ് ദി നമ്പേഴ്സ് 30 വരണം. അപ്പം നമുക്ക് എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ 17 പ്ലസ് 13 നമുക്ക് 30 കിട്ടി. അപ്പോൾ എക്സ് പ്ലസ് വൈ 30 വരണം. ഇനി ഡിഫറൻസ് എത്ര വരണം? ഡിഫറൻസ് 4 വരണം. എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 4 വരുമോ എന്ന് നോക്കാം. എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 4 വരണം. നമുക്ക് നോക്കാം. 17 മൈനസ് 13 ഈസ് ഈക്വൽ ടു 4 ആണ്. അപ്പോൾ നമ്മുടെ രണ്ട് ഇക്വേഷൻ ശരിയാണ്. ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. സി, ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 100 സെൻറ്റിമീറ്റർ. നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ വായിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ മനസ്സിലേക്ക് വരും. പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ആണ് ചോദിച്ചത്. നമുക്കറിയാം റെക്ടാങ്കിൾ എന്ന് പറയുമ്പം അതിന് ലെന്തും ബ്രെഡ്ത്തും ഉണ്ട്, എക്സും വൈയും ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എൽ പ്ലസ് ബി, 2 ഇൻറ്റു ലെന്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് പെരിമീറ്റർ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നമുക്ക് ഇവിടെ തന്നെ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 50. കാരണം എന്തുകൊണ്ടാണ്? പെരിമീറ്റർ 100 എന്നവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സി, ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 100 സെൻറ്റിമീറ്ററും അടുത്തത് ലാർജർ സൈഡ് ഈസ് 8 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ സ്മോളർ സൈഡ്, അല്ലെങ്കിൽ വലിയ വശം ചെറിയ വശത്തേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതലും ആകുന്നു. ഇവിടെ ഫൈൻഡ് ലെങ്ത് ഓഫ് ലാർജർ സൈഡ് ആൻഡ് സ്മോളർ സൈഡ്, അതായത് ചെറിയ വശത്തിൻ്റെയും വലിയ വശത്തിൻ്റെയും നീളം കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ വേറൊരു റിലേഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ലാർജർ സൈഡ് ഈസ് 8 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ സ്മോളർ സൈഡ് എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് പറയാം എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 8. അങ്ങനെ പറയാം. എന്തുകൊണ്ടാണ്? ലാർജർ സൈഡ് സ്മോളർ സൈഡിനേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അപ്പം ലാർജർ സൈഡ് മൈനസ് സ്മോളർ സൈഡ് ഈസ് ഈക്വൽ ടു 8. നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഇവിടെയും ഈ പറഞ്ഞ പോലെ വൈയുടെ പോസിറ്റീവും നെഗറ്റീവും ഉള്ളതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ വൈ കട്ടായി പോയിക്കോളും. അപ്പോൾ ടോട്ടൽ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 2x ഈക്വൽ ടു 58 കിട്ടി. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 58/2 29 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ലെന്ത് ഓഫ് ലാർജർ സൈഡ് 29 എന്ന് കിട്ടി. ഇനി സ്മോളർ സൈഡ് എത്രയാണ്? എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 8 ആണ്. അപ്പം നമുക്ക് എക്സ് മൈനസ് വൈ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇതാണ് എളുപ്പം, എക്സ് പ്ലസ് വൈ ആണ് എളുപ്പം. അപ്പം എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 50.
എക്സിൻ്റെ വാല്യൂ 29 ആണ്. അപ്പം 29 പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 50 വന്നാൽ y ഈസ് ഈക്വൽ ടു 50 മൈനസ് 29 ഈസ് ഈക്വൽ ടു 21. വൈയുടെ വാല്യൂ നമുക്ക് 21 എന്ന് കിട്ടി. അപ്പം ദെയർഫോർ സ്മോളർ സൈഡ്, അതായത് സ്മോളർ സൈഡ് 21 ആണ്, ലാർജർ സൈഡ് 29 ആണ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ ക്വസ്റ്റ്യൻസ് സാറ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മക്കളെ ബേസിക്സ് വളരെ ക്ലിയർ ആക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. മക്കൾക്ക് 9ാം ക്ലാസ്സിലെ മാത്രമല്ല 10ാം ക്ലാസ്, 11ാം ക്ലാസ്, 12ാം ക്ലാസ് എല്ലാം സാർ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരിലേക്കും സാറിൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം.